സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FM-ലേക്ക് എല്ലാ ശ്രോതാക്കളുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. വായിക്കുന്നത് ദിവ്യ. ഇന്ന് 2024 ഫെബ്രുവരി 25 1199 കുംഭം 12 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്ന്. പാറശാല ബ്ലോക്ക് പഞ്ചായത്തിലെ സ്കൂളുകളിൽ പെൺകുട്ടികൾക്കുള്ള സഖി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വിദേശത്ത് നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ നിർത്തലാക്കില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കരുതലുമായി ഭക്തർക്കൊപ്പം സരസ്വതി ആശുപത്രിയും. ഗ്രാമങ്ങളിൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം വൈദ്യുതി. ഇന്ത്യൻ സ്പിൻ ബൗളർ അശ്വിൻ 100 വിക്കറ്റ് 1000 റൺസ്. ഉഷ്ണകാല രോഗങ്ങളെ എങ്ങനെ തടയാം? ഡോക്ടർ SK അജയകുമാർ ആരോഗ്യമുത്തുകളിൽ. വാർത്തകൾ വിശദമായി. ആറ്റുകാൽ പൊങ്കാല ഇന്ന്. ഇഷ്ടവരദാനിയായ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം പ്രാർത്ഥിച്ച് ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന പൊങ്കാല. ക്ഷേത്രവും തലസ്ഥാന നഗരവും പൊങ്കാലയെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. തന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നും ദീപം പകർന്ന് മേൽശാന്തി ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരിക്ക് നൽകും. 10:30 ക്ഷേത്രം തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ച ശേഷം അതേ ദീപം സഹമേൽശാന്തിക്ക് കൈമാറും. പിന്നീട് വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്തെ പണ്ടാര അടപ്പിലും തീ കത്തിക്കും. ഇതിന് പിന്നാലെ നഗരത്തിലും ക്ഷേത്ര പരിസരത്തുമുള്ള പൊങ്കാലക്കളങ്ങളിലും അടുപ്പുകൾ തെളിയുന്നതോടുകൂടി തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ യജ്ഞശാലയായി മാറും. ഉച്ചയ്ക്ക് 2:30 നിവേദ്യം. സ്കൂളുകൾക്ക് നാപ്കിൻ ഡിസ്ട്രോയർ സഖി പ്രോജക്ട്. ഫെബ്രുവരി 21 ബുധനാഴ്ച രാവിലെ 10:30 ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് SK ബെൻഡാർവിൻ അധ്യക്ഷ സ്ഥാനം വഹിച്ച ചടങ്ങിൽ ബഹുമാനപ്പെട്ട പാറശാല MLA ശ്രീ CK ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദേശത്ത് നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ നിർത്തലാക്കില്ല. തീരുമാനം പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യക്ക് പുറത്ത് 14 കേന്ദ്രങ്ങളിൽ കൂടി നീറ്റ് UGC പ്രവേശന പരീക്ഷകൾ നടത്തും. ഏതാണ്ട് 1 കോടിയോളം വരുന്ന ഇന്ത്യക്കാർ വസിക്കുന്ന ഗൾഫ് മേഖലയിൽ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ച തീരുമാനത്തെ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കരുതലുമായി സരസ്വതിയും. സരസ്വതി ആശുപത്രിയുടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് 22 മുതൽ ആറ്റുകാൽ ദേവീ ദർശനത്തിനുള്ള നടപ്പന്തലിനരികെ ആരംഭിച്ചു. ക്ഷേത്ര ട്രസ്റ്റി ശ്രീ രവീന്ദ്രൻ നായർ ക്യാമ്പ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പാറശാല റോട്ടറി ക്ലബ് പ്രസിഡന്റ് ശ്രീ V അശോക് കുമാർ, ശ്രീ MV ഗോപൻ സാർ, സരസ്വതി ആശുപത്രി ചെയർമാൻ ഡോക്ടർ SK അജയകുമാർ, സരസ്വതി സ്ട്രാറ്റജിക് ഹെൽത്ത് കെയർ പ്രൊമോഷൻ ഹെഡ് ശ്രീ നിഫി തങ്കച്ചൻ എന്നിവർ പങ്കെടുത്തു. ഈ ദിവസങ്ങളിൽ സരസ്വതിയുടെ ആംബുലൻസ്, സഞ്ചരിക്കുന്ന പാദ സംരക്ഷണ ക്ലിനിക്, ഒപ്പം 24 മണിക്കൂർ സേവനവുമായി സരസ്വതി മെഡിക്കൽ ടീമും ക്ഷേത്രസന്നിധിയിൽ ഉണ്ടാവും. ഗ്രാമങ്ങളിൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം വൈദ്യുതി. ഗ്രാമീണ മേഖലയിൽ ഇനി മുതൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം വൈദ്യുതി കണക്ഷൻ ലഭിക്കും. മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ 3 ദിവസത്തിനകവും മുനിസിപ്പൽ പ്രദേശങ്ങളിൽ 7 ദിവസത്തിനകവും ലഭ്യമാക്കും വിധം വൈദ്യുതി ഉപഭോക്തൃ അവകാശ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം ഉത്തരവിറക്കി. കായികം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സ്പിൻ ബൗളർ രവിചന്ദ്രൻ അശ്വിൻ വെള്ളിയാഴ്ച ഇംഗ്ലണ്ടിനെതിരെ 1 വിക്കറ്റ് നേടിയതോടുകൂടി ടെസ്റ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. കഴിഞ്ഞ മത്സരത്തിലൂടെ അശ്വിൻ ടെസ്റ്റിൽ 500 വിക്കറ്റ് തികച്ചിരുന്നു. ഉഷ്ണകാല രോഗങ്ങളെ എങ്ങനെ തടയാം? ഡോക്ടർ SK അജയകുമാർ ആരോഗ്യമുത്തുകളിൽ. കടുത്ത ഉഷ്ണകാലം വരുന്നു, സൂക്ഷിക്കുക. ഉഷ്ണകാല രോഗങ്ങളെ ചെറുക്കുക. സൂര്യാതാപത്തെ ഒഴിവാക്കുക. പുറത്ത് ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ കടുത്ത ചൂട് വരുന്ന സമയം, അതായത് 11:30 മുതൽ 2 മണി വരെ ജോലി ഒഴിവാക്കുന്നതാണ് ഉത്തമം. വേനൽക്കാലത്ത് ജോലി ചെയ്യുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുക. അതികഠിനമായ ചൂടിനെ വകവയ്ക്കാതെ വിയർത്തുകൊണ്ട് ജോലി ചെയ്യുമ്പോഴാണ് നിർജ്ജലീകരണവും അതിനെ തുടർന്ന് അവയവങ്ങൾ പ്രവർത്തനം പരാജയപ്പെടുന്നതും സൂര്യാതാപമേൽക്കുന്നതും. കൂടാതെ ചർമ്മത്തിൽ കഠിനമായ ചൂടുകൊണ്ട് പൊള്ളലുമേൽക്കാം. സൂര്യാതാപം സംശയിച്ചാൽ ഉടൻ തന്നെ രോഗിയെ തണലത്ത് മാറ്റിക്കിടത്തി ധാരാളം വെള്ളം കുടിപ്പിക്കുക. വെള്ളം നനയ്ക്കുക. അടുത്തുള്ള ആശുപത്രിയിലെത്തിക്കുക. സൂര്യാതാപം മരണകാരണമായേക്കാം. ഉഷ്ണകാല രോഗങ്ങളെ കരുതിയിരിക്കുക. സൂര്യാതാപം ഒഴിവാക്കുക. എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു സമ്മർ അഥവാ ഉഷ്ണകാലം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
നാളത്തെ പ്രധാന OP വിവരം. ഫിസിഷ്യൻ ഡോക്ടർ രാധാകൃഷ്ണൻ രാവിലെ 9 മുതൽ 12 വരെ. ഡോക്ടർ സതീഷ് വൈകിട്ട് 3 മുതൽ 5 വരെ. പൾമണോളജി ഡോക്ടർ സന്ദീപ് വൈകിട്ട് 3 മുതൽ 5 വരെ. ENT ഡോക്ടർ അതുൽ കൃഷ്ണ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ. ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് 5 മുതൽ 6:30 വരെ. പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനു രാവിലെ 10 മുതൽ 1 വരെ. ഡോക്ടർ ഷെബിൻ വൈകിട്ട് 6:30 മുതൽ 7:30 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിനും വിളിക്കൂ 9495472598. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം: സരസ്വതി ആശുപത്രിയിൽ ഡയബറ്റിക് ക്ലിനിക് തുടങ്ങിയ വർഷം. അന്നുണ്ടായിരുന്ന ഫിസിഷ്യന്റെ പേര്. ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി നൽകുക. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുമയുള്ള വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം. സരസ്വതി FM, കരുതലിന്റെ നാദം, ഹൃദയം കൊണ്ട് കേൾക്കൂ.